ദുബായ് ബുർജ് അൽ അറബിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിലാണ് കർണന്റെ പ്രഖ്യാപനം നടന്നത്. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് മോഷൻ പോസ്റ്ററും ചടങ്ങിൽ പ്രകാശനം ചെയ്തു. മഹാഭാരതത്തിലെ കർണനെ കേന്ദ്രീകരിച്ചുള്ള ചിത്രം മലയാളത്തെ കൂടാതെ മറ്റ് ദക്ഷിണേന്ത്യൻ ഭാഷകളിലും ഹിന്ദിയിലുമായാണ് നിർമ്മിക്കുന്നത്. മലയാളത്തിന് സ്വപ്നം കാണാൻ കഴിയാത്തത്ര വലിയ ബജറ്റിലായിരിക്കും കർണൻ പൂർത്തിയാക്കുക എന്ന് പൃഥ്വിരാജ് പറഞ്ഞു. വളരെ ചെലവ് കൂടിയ, നമുക്ക് മലയാളത്തിൽ സ്വപ്നം കാണാൻ പറ്റുന്നതിനപ്പുറം ചെലവുള്ള ഒരു സിനിമയായിരിക്കും. പക്ഷെ നാളെ ഈ സിനിമയുടെ ഏറ്റവും വലിയ തലക്കെട്ട് ഇത്ര കോടിയുടെ സിനിമ എന്ന് ആകരുതല്ല, അതാകരുതെന്നാണ് എൻ്റെ ആഗ്രഹം. ചിത്രത്തിന്റെ പ്രാരംഭഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായും അണിയറ പ്രവർത്തകർ വ്യക്തമാക്കി. എന്നാൽ ചിത്രീകരണം എപ്പോൾ തുടങ്ങാനാകും എന്നത് സംബന്ധിച്ച് കൃത്യമായ ധാരണയിലെത്തിയിട്ടില്ല. ഗ്രാഫിക് സാങ്കേതികവിദ്യ അടക്കം ആധുനിക സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്ന ചിത്രത്തിനായി ഹോളിവുഡിൽ നിന്നടക്കം സാങ്കേതിക വിദഗ്ധരെത്തും. ബാഹുബലിയുടെ ഛായാഗ്രാഹകൻ കെ സെന്തിൽകുമാറാണ് കർണന് ക്യാമറ കൈകാര്യം ചെയ്യുക. അപ്പൊ ഇന്ന് ഇവിടെ വെച്ച് നമുക്ക് നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ സാധിക്കുന്ന ഈ സിനിമയുടെ 3 ഘടകങ്ങളെ ഉള്ളൂ. ഒന്ന്, കർണനായി അഭിനയിക്കുന്ന പവൻഞാൻ. 2, ഈ സിനിമയുടെ സംവിധായകൻ ശ്രീ RS വിമൽ. 3, ഞാൻ പറഞ്ഞ ഈ സിനിമയുടെ ടെക്നിക്കൽ സെറ്റിനെ കുറിച്ചാണ്. ഈ സിനിമ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് AK സെന്തിൽകുമാർ എന്ന ബാഹുബലിയുടെ കെമ്പളം. കാവ്യ ഫിലിംസിന്റെ ബാനറിൽ വ്യവസായിയായ വേണു കുന്നപ്പള്ളിയാണ് ഈ ബ്രഹ്മാണ്ഡ ചിത്രം നിർമ്മിക്കുന്നത്. റിപ്പോർട്ടർ, ദുബായ്.